നീ വാ. അപ്പയുടെ മുട്ട എന്താണ് കേശു? നീ വാ. ജോഷു നീ വാ. ജോഷു നീ വാ. വാ. നീ അന്നാകത്ത് ഇതെന്തോന്ന് ഇതും കൊണ്ട് കിടക്കുന്ന എന്തേനി? എന്തേന് നിന്റെ ഉമ്മച്ചി? പിടിച്ചോ. ഇത് കഷത്തോണ്ട് നടാ നീ. ഓ എന്താണ് നിന്റെ കഥ? പറയൂ മമ്മി. അതെ 3-6 ദിവസം കൊണ്ട് അങ്ങനെ പിടിച്ചോണ്ട് നടക്കണം. അവന് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങുമ്പോഴും അതുകൊണ്ടൊന്ന് പുറപ്പിച്ച് കിടക്കും. അതാണ് അങ്ങനെയാണ് കഥ. തന്നെ ഞാൻ നിന്റെ തല കയറി അതിനകത്ത് ഇടിച്ചു വേണേ. നിനക്കെന്ത് ബൂസ്റ്റിനെ കൈവശം തന്നാടാ? തിന്നൂലടി. പിന്നെ അതങ്ങനെ കൊണ്ടുവിടന്നാ മതി. അത്രേ ഉള്ളു. അതാണ് ഇഷ്ടം. ഞാൻ ഇന്നത് പോവമ്മം കൊണ്ടുപോകും. ടങ്ക ടക്കട ടങ്ക ടക്കട ടങ്ക ടക്കട ടങ്ക ടക്കട. ഞാൻ ഇത് കൊണ്ടുപോകുന്നു. കൊണ്ടുപോകട്ടെടാ. നീ ഇത് കണ്ട ബൂസ്റ്റ് ഇടാടാ. കേശവലീന് ബൂസ്റ്റ് ഇല്ല വീട്ടില്. പിരിക്കാൻ വരൂ ഇവിടെ. കേശവലീന് വീട്ടിൽ ബൂസ്റ്റ് ഇട്ടാ. തരത്തില്ലേ? എന്റെ അണ്ണ മേടിച്ചാണ് ബൂസ്റ്റ്, അല്ലാതെ നീ മേടിച്ചല്ലേ. എന്റെ അണ്ണ മേടിച്ചു തടാ. തരണം. വേണം. അതിന് നൊന്തില്ലല്ലോ. നോവാൻ വേണ്ടി അടിച്ചില്ലല്ലോ ഞാൻ. കള്ളക്കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കള്ളക്കരച്ചില്. ഇങ്ങനത്തെ കള്ളക്കരച്ചില് കഴിയുന്ന പിള്ളേരെ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടാ? ഇവനെന്ന് പറഞ്ഞാൽ അടവിന്റെ 18 അടവും പഠിച്ചു വെച്ചേക്കുന്ന ഒരു കൊരങ്ങനാണത്. സ്വിച്ചിട്ടെടുക്കാൻ കരയുന്നത്, കാഴ്ച നിർത്തുന്നത്. മൊട്ടത്തലേ കേശു, ആ വണ്ടി ആ മുട്ടായി ഇങ്ങോട്ടുണ്ടോടാ. ഇവന് കൊടുക്കണ്ട നമുക്ക്.